നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ തെക്കൻ കേരളത്തിലെ അതിപുരാതനമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ കല്ലട വലിയ പള്ളിയിലാണ്. അപ്പോൾ നമ്മുടെ കല്ലട വലിയ പള്ളിയിലെ പെരുന്നാളിൻ്റെ കൊടിയേറ്റാണ് ഇന്ന്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു കൊടിയേറ്റിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാനിന്ന് രാവിലെ നമ്മുടെ കല്ലട വലിയ പള്ളിയിലെ കൊടിയേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പള്ളിയിൽ വന്നു. അപ്പോൾ പള്ളിയിൽ വന്നപ്പോഴത്തേക്കിന് പള്ളിയിൽ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിലെ ആ ഒരു കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കൊടിയുടെ ആ ഒരു പ്രദക്ഷിണമായിട്ട് കടവഴിയിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ആ ഒരു കൊടി ഉയർത്തുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കല്ലടയുടെ ആ ഒരു ആത്മീയ മഹത്വം വിളിച്ചോതുന്ന ഈ ഒരു വിശുദ്ധ മണ്ണിൽ വർഷം തോറും ഭക്തിയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു മഹോത്സവമാണ് നമ്മുടെ ഈ കല്ലട വലിയ പള്ളിയിലെ ആ ഒരു പെരുന്നാളെന്ന് പറയുന്നത്. കല്ലടയിലെ ആ ഒരു വിശ്വാസികളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷയുടെയും പാരമ്പര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ആ ഒരു ദീപം തെളിയിക്കുന്ന മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി കടന്നു വരുന്നത്. അപ്പം രാവിലെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പള്ളിയിലെ ആ ഒരു കൊടി ഉയർത്തുന്ന ആ ഒരു ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പള്ളിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പള്ളി എന്ന് പറയുന്നത് ശാന്തമായ ഒരു അന്തരീക്ഷവും അവിടുത്തെ ആ ഒരു മണിയുടെ ആ ഒരു നാദവും പ്രാർത്ഥനയുടെ ആ ഒരു നിശബ്ദതയും ഒക്കെ നമ്മുടെ ആത്മാവിനെ ആ ഒരു സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അങ്ങനെ നമ്മുടെ പള്ളിയിൽ ആ ഒരു പ്രാർത്ഥിച്ച് ആ ഒരു കൊടിയെടുത്ത് പെരുന്നാൾ കൺവീനറുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രദക്ഷിണമായിട്ട് കടവഴിയിലേക്ക് പോകുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ ആ ഒരു കൊടിയുമായിട്ട് ഇങ്ങനെ കടവഴിയിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ആ ഒരു കൊടി ഉയർത്തുന്നത്. ജാതി മതഭേദമന്യേ കല്ലടക്കാരുടെ എല്ലാം ഒരു ആത്മീയ ഹൃദയം എന്നറിയപ്പെടുന്ന കല്ലടക്കാരുടെ പ്രിയപ്പെട്ട പള്ളിയാണ് നമ്മുടെ ഈ കല്ലട വലിയ പള്ളി എന്ന് പറയുന്നത്. കല്ലടയുടെ ആ ഒരു മുഴുവൻ ഗ്രാമവും ഒരുമിച്ച് ചേരുന്ന വിശ്വാസത്തിൻ്റെ ദിനങ്ങളാണ് ഇനി കല്ലടയിൽ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പള്ളിയും പരിസരവും ഒക്കെ ആ ഒരു ഭക്തജനങ്ങൾ കൊണ്ട് നിറയുന്ന ദിവസങ്ങളാണ്. ഈ വർഷത്തെ പെരുന്നാളെന്ന് പറയുന്നത് പള്ളിയിൽ ഫെബ്രുവരി 20 മുതൽ മാർച്ച് 3 വരെയാണ് ഈ വർഷത്തെ ആ ഒരു പെരുന്നാൾ നടക്കുന്നത്. ഈ ഒരു പെരുന്നാൾ സമയത്തെന്ന് പറയുന്നത് ആ ഒരു പള്ളിമുറ്റവും പരിസരവും ഒക്കെ അലങ്കാരങ്ങളും ഭക്തിഗാനങ്ങൾ കൊണ്ടുമൊക്കെ നിറയുന്ന ഒരു സുന്ദര നിമിഷങ്ങളാണ് ഇനി വരുന്ന ഒരാഴ്ച കാലം എന്ന് പറയുന്നത്. ഈ ഒരു പള്ളിയിലെ ആ ഒരു കൊടിയേറ്റം എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമല്ല കേട്ടോ, ഒരു ആത്മീയ യാത്രയുടെ തുടക്കം കൂടിയാണ്. ഇവിടുത്തെ ആ ഒരു പെരുന്നാളിൽ നടക്കുന്ന ആ ഒരു പ്രാർത്ഥനകളും ആ ഒരു പ്രദക്ഷിണങ്ങളും സമൂഹത്തെ കൂടുതൽ ഇവിടത്തേക്ക് ആ ഒരു അടുപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി എന്താണെന്ന് ഈ ദിനങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളും ഒക്കെ ഒന്നാവുന്ന ആ ഒരു ദിനങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഈ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു വിശുദ്ധ നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ആ ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ അനുഗ്രഹമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു പ്രദക്ഷിണം പള്ളിയിൽ കടവഴിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ആ ഒരു കൊടിയേറ്റ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കൊടിയേറ്റിൻ്റെ ആ ഒരു കാഴ്ചകളും കൂടെ ഒക്കെ നമുക്കൊന്ന് കാണാം. അന്ത്രയോസ് ബാവ എന്നുമെന്നുള്ളിൽ നന്മ തൻ പൂമരം പുണ്യമാം തണൽ നൽകിയെന്നെന്നും കാത്തിടും നൽമരം. അന്ത്രയോസ് ബാവ എന്നുമെന്നുള്ളിൽ നന്മ തൻ പൂമരം പുണ്യമാം തണൽ നൽകിയെന്നെന്നും കാത്തിടും നൽമരം. പാടി വാട്ടിടാം പാവനാത്മാവെ നിന്റെ നാമമെന്നും പാതി വഴിയിരുൾ മൂടിയാൽ വഴി കാട്ടും നിന്റെ സ്നേഹം. നാഥനാം യേശുരാജൻ നൽകിയ പുണ്യജന്മമല്ലോ കല്ലട വാഴും പുണ്യവാനായ അന്ത്രയോസ് തമ്പുരാൻ. കല്ലട വാഴും പരമപവിത്ര അന്ത്രയോസ് ബാവേ അഭയം നീ. കല്ലട വാഴും പരമപവിത്ര അന്ത്രയോസ് ബാവേ അഭയം നീ. കണ്ണുനീരോടെ കഥനങ്ങളോടെ കൈവണങ്ങുന്നേ തിരുമുൻപിൽ. കല്ലട വാഴും പരമപവിത്ര അന്ത്രയോസ് ബാവേ അഭയം നീ.